ഇന്നു രാത്രി ശിവരാത്രി, ഈ രാത്രി പുലരില്ല. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഏട്ടാ. ഹലോ. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്ന എന്തിനാ അവിടെ ഇവിടെയൊക്കെ പോണത്? അവിടെ സൗകര്യം ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വേടാ, നമുക്ക് പിടിക്കുന്ന അടിക്കല്ല. വാ, വെഡിങ് ആനിവേഴ്സറിയാ. അപ്പം എൻ്റെ ചിലവാകട്ടെ. വരുമ്പോഴേ സാധനം ഉണ്ടല്ലോ കയ്യിൽ. പോരണല്ലേ. പിന്നെ ടച്ചിങ്സും വെള്ളവും സാധനങ്ങളും സോഡയും ഗ്ലാസ് ഇവിടെ നിന്ന് എടുക്കാം. ഓക്കെ. എന്റെ ദൈവമേ, ഇന്നെന്റെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നല്ലൊരു കാഴ്ച കാണാൻ പറ്റി. നിങ്ങൾ ബുക്ക് വായനയൊക്കെ തുടങ്ങിയ? ഇനി എനിക്ക് ചത്താലും വേണ്ടില്ല. നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇഷ്ടംപോലെ ബുക്ക് വായിക്കുമായിരുന്നു. ഇങ്ങനെ വെറുതെ മൊബൈലിൽ തോണ്ടി നേരം കളഞ്ഞില്ലേ? ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ല. കൊച്ചു പുസ്തകം കിട്ടണ്ടേടി. എന്താന്ന്? കൊച്ചെ പുസ്തകം കിട്ടണ്ടേ? പുസ്തകം കിട്ടിയാലല്ലേ നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. പുസ്തകത്തിനാണോ ബുദ്ധിമുട്ട്? ഞാൻ എന്തുമാത്രം പുസ്തകം വേണേലും എടുത്തുതരാം. നിങ്ങളൊന്ന് വായിച്ച് നന്നായാ മതി. അപ്പൊ ബുക്കിനകത്ത് മൊബൈല് വെച്ച് ചാറ്റിംഗ് ആയിരുന്ന പരിപാടി അല്ലേ? നിങ്ങൾ നന്നാവൂല, നിങ്ങൾ നന്നാവൂല. അമ്മ വിളിച്ചാണ്. അമ്മ എന്തിനൊക്കെ വിളിച്ചത്? അമ്മക്ക് ഹോസ്പിറ്റലിൽ പോണം. സുഖമില്ലെങ്കിൽ ആശുപത്രി പോണം. അതിനൊരു പൈസ വേണമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അച്ഛനില്ലേ? അച്ഛൻ കൊടുക്കൂലേ? അമ്മയുടെ അച്ഛൻ മരിച്ചിട്ട് എത്ര വർഷമായി? അമ്മയുടെ അച്ഛന്റെ കാര്യമല്ല, അമ്മയുടെ കെട്ടിയോനില്ലേന്ന്. ഉണ്ട്. പക്ഷെ പിന്നെ പൈസക്ക് എന്തൊരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞാ വിളിച്ചു. പൈസക്കാ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു പോയി. ഇനിയിപ്പോ എനിക്ക് മാറ്റി പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ എന്തിനാ കൊടുക്കാന്ന് പറയണത്? അമ്മയ്ക്കും അച്ഛനും പെൻഷൻ ഉണ്ട്, ആ പൈസ കൊണ്ട് പോകാൻ പാടില്ലേ? എടിയോ, എന്നോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോ എനിക്ക് കൊടുക്കൂല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ കൊടുക്കൂലെന്ന് പറയണം. നിങ്ങൾ വിളിച്ച് പറ. ഞാൻ 1000 രൂപ കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെ ഇപ്പൊ കൊടുക്കൂലെന്ന് പറയും? നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ കേൾക്കാൻ പോണത്? അന്നൊരു കാര്യം നീ തന്നെ പറ. എനിക്കിപ്പോ നല്ല സൗകര്യമില്ല, നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. എന്റെ അമ്മയായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. ഇത് നിന്റെ അമ്മയായതുകൊണ്ടാ. അയ്യോ, എന്റെ അമ്മയായിരുന്നോ? പിന്നെ അല്ലാതെ. അമ്മച്ചിക്ക് എന്ത് പറ്റി? അമ്മച്ചിക്ക് എന്തോ എവിടെയെങ്കിലും തരാറുണ്ട്, പിടിക്കണമെന്നും പറഞ്ഞ പൈസ കൊടുക്കാന്ന് പറ. ഞാൻ പറഞ്ഞു നാളെ തന്നേക്കാന്ന്, തരാന്ന് പറയാൻ. എന്നിട്ട് എന്താ കൊടുക്കാത്തത്? അത് ഞാൻ എവിടെ നിർത്തിട്ട് കൊടുക്കാനാണെന്നെങ്കിൽ. അല്ലെങ്കിൽ എന്റെ അമ്മയുടെ കാര്യം വരുമ്പോ നിങ്ങളുടെ കയ്യിൽ ഒന്നും കാണൂലല്ലോ. വേണ്ട, നിങ്ങൾ കൊടുക്കണ്ട. എന്തേലും ഞാൻ കൊടുക്കാം. ഞാൻ കൊടുത്തോളാം. നീ അങ്ങോട്ട് കൂടെ കൊടുത്തേച്ചാ മതി. വേണ്ടെന്നേ, നിങ്ങളുടെ അധ്വാനിച്ച പൈസ നിങ്ങളുടെ കയ്യിരിക്കട്ടെ. ഞാൻ അധ്വാനിച്ച പൈസ നിന്റെ അമ്മ ചോദിക്കുമ്പോ എങ്ങനെ ഞാൻ കൊടുക്കാതിരിക്കുന്നത്? കൊണ്ടേ കൊടുക്കുന്ന വേണ്ടെന്ന് പറഞ്ഞല്ല, ഞാൻ കൊടുത്തോളാം. നീ തപ്പണ്ട, അതിനകത്തില്ല. അതാണ് ഞാൻ എടുത്തത്. മാന്യമായിട്ട് എന്റെ ബാഗിലെ പൈസ എടുത്ത് കൈ വെച്ചിട്ടാണല്ലേ വലിയ ജാട കാണിച്ചത്. പെട്ടുപോയി എന്ന് മാത്രം പറഞ്ഞാ. പെട്ടു. നിങ്ങൾ ഇനി ഈ വർത്താനം അതിന്റെ അപ്പുറത്തെ വർത്താനം പറയും. ഹലോ, ഇവിടെ വന്നിട്ടുണ്ടാ? വായിക്ക് വന്നിട്ടുണ്ടാ? എന്താണ് എത്ര വൈകിയത്? നേരെ ഇരിട്ടി തന്നെയാണല്ലോ. എനിക്ക് കയറി വേടാ. ഇങ്ങോട്ട് വാ. വെഡിങ് ആനിവേഴ്സറി അല്ലേ? ഇവിടെ പുറത്തിറക്കണമെന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കണോ? ഓക്കെടാ. കൂട്ടുകാർ വന്നിട്ടുണ്ട്. അല്ല, അവര് പിന്നെ മറ്റേ കാനഡയിൽ നിന്ന് മറ്റേ ജോൺസൺ വന്നിട്ടുണ്ടല്ലോ. ഒരു കാര്യം പറയാം, ഏതെടേന്ന് വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് കുപ്പിയും കൊണ്ട് കേറി വന്നിട്ടുണ്ട്, തല ഞാൻ അടിച്ചു പൊളിക്കും. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ നാളെ നിങ്ങളുടെ ചവടൊക്കെ ഞാൻ നടത്തും. ജോൺസണും കൂട്ടുകാരും വെറുതെ ഇവിടെ വന്നെയാണ്. അവര് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഹല്ലേലൂയ പറഞ്ഞു അല്ലെങ്കിൽ ആശംസ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോകും. അല്ലാണ്ട് പിന്നെ അവരിവിടെ കിടന്ന് താമസിക്കും. കണ്ടറിയാം. ഞാൻ പറഞ്ഞ പോലെ വല്ലതും ആണെങ്കിൽ എന്റെ തനി കോണം നിങ്ങളാണ്. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഹലോ. ഇതെന്താണത്?
വൈഫിനോട് പറഞ്ഞാൽ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയ കാരണം കുറച്ച് ഫ്രണ്ട്സ് ഒരു ആശംസ അറിയിപ്പിച്ചിട്ട് അവർ പോകുന്നു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ജസ്റ്റ് ഒരു ചായ കൂടി ഒന്നും തോന്നില്ല. അതൊക്കെ ആ ഒരു കാര്യത്തിൽ എടുക്കണതാ. വെഡിങ് ആനിവേഴ്സറി ഒക്കെ എല്ലാവർക്കും നടക്കണം. ചായക്ക് നീ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. അതെ അതെ. നമുക്ക് എന്ത് സാധനം കൂടെ താഴ്ത്തി വെച്ചാൽ ഞാനിപ്പോ എത്ര നാളാണ് നീ അല്ലേ ഇപ്പൊ ഫോൺ പിടിച്ചു ഫോൺ പിടിച്ചു ഇങ്ങോട്ട് പോവാ ഇവിടെ ഫ്രീ ആണ്. നിനക്ക് പ്രാന്തണ്ട. കാനഡയിൽ നിന്ന് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നീ വേറെ എങ്ങനെ അടിക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വാങ്ങും നീ അടിക്കാന്ന് പറഞ്ഞു. നീ അല്ലേ പറഞ്ഞത്? ഞാൻ പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞ നിനക്ക് എന്താ പ്രാന്താണ്? നിനക്ക് വേറെ ആരെങ്കിലും വിളിച്ചായിരിക്കൂടാ? വേറെ ആരെങ്കിലും ആണോ? ഓരോ കോൾ തെറ്റി അങ്ങനെ അറിയാണ്ട് പോയതായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് വിളിച്ച് റെഡിയായിട്ട് അമ്പലത്തിലേക്ക് പോയിട്ട് ഞാൻ അങ്ങനെ മാറി ഇങ്ങനെ നിൽക്കണേ. പിന്നെ നിനക്ക് നിന്റെ വീട്ടിൽ പോയി. എന്റെ വീട്ടിലേക്ക് പറ്റൂല. അറിയാലോ, അച്ഛൻ മധ്യനിരോധന സമിതിയുടെ പ്രസിഡന്റ് ആണ്. ഭാഗത്തെ ഘടിപ്പിക്കൂല. നിന്റെ വീട്ടിലോ? എന്റെ വീട്ടില നിനക്ക് അറിയാവുന്നതല്ല എന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ. എടാ, ഞാൻ വെള്ളം അടിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ അമ്മായിച്ചിനെ തല്ലിയതിന്റെ പേരിലാണ് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ പോയിട്ടും വൈഫായിട്ട് ഡിവോഴ്സ് ആകാൻ പോയത്. എന്തെല്ലാം പറഞ്ഞിട്ടാണ് ആ പ്രശ്നം ഒത്തുതീർപ്പിലാക്കി ജോൺസന്റെ വീട്ടിൽ കൂടി കൂടെ. ജോൺസിന്റെ ബന്ധുക്കാരൊക്കെ നിന്റെ വീട്ടിൽ കൂടി കൂടെ. വീട്ടില് മദ്യമാംസം മത്സ്യമൊന്നും അല്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചത്, നീ പറഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വന്നത്? ഞാൻ എന്ത് നീ പറഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വന്നത്? എടാ ഞാൻ ചോദിക്കട്ടെ, ഞാൻ നാളെ മരിച്ചു കൊടുക്കും 10 മണിക്ക് ശവം കൊണ്ടുവന്ന് നിങ്ങൾക്ക് താല്പര്യമാണോ? അതിന്റെ ഇത് മറ്റേ വിഷമദ്യമല്ലേ എന്താണെങ്കിലും ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പോവാൻ. പിന്നെ ഞായറാഴ്ച റിസോർട്ട് എടുക്കും, നമുക്ക് അവിടെ ഇന്ന് കൂടിയാലോ? ഞായറാഴ്ച വരുവാ? എന്റെ പട്ടി വരും. ഞാനൊന്നും ഈ പരിപാടിക്കില്ല. വർത്താനം പറയില്ല നീ. അല്ല, അത് ഞാനില്ല, എനിക്കിത് താല്പര്യമില്ലെന്ന്. ഞങ്ങള് പൊക്കോളാം, നീ വരണ്ട. വിളിക്ക്. ഞായറാഴ്ച അവൻ കാനഡ പോകും. ശനിയാഴ്ച നമുക്ക് കൂടാം. നീ ആരെയും പേടിക്കണ? നീ പറയുന്നത് കേട്ടാണ് നിന്റെ ഭാര്യ അനുസരിക്കണം, ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പേടിയൊന്നുമല്ല. എന്താണ്? നമുക്ക് പറ്റിയ സ്ഥലങ്ങളുണ്ട്. സർക്കാർ പറഞ്ഞിട്ടുണ്ട്, റോഡ് കാണാം. പാർക്കോഞ്ഞന്റെ ചായക്കട, അതിന്റെ പുറകിൽ ഒരു മുട്ട പുഴുങ്ങിയത് മേടിച്ചത് ഞങ്ങൾ അടിച്ചു. അവിടെ എങ്ങാനും വന്നാ വിളിക്കാനും നിന്ന് പോലും. പോയെല്ലാം പറ്റി എടുത്തോണ്ട് അമ്മമാരെന്റെ വഴി തിരിക്കാൻ വേണ്ടി വന്നു പ്രലോഭനങ്ങളെ ഞാൻ അതിന് വിടുമെന്നാണ് വിചാരിച്ചു. ഇങ്ങനെ ഒഴിവാക്കി വിട്ടാ നിങ്ങൾക്ക് കൊള്ളും. അല്ല, ഞാനതിനൊന്നും അങ്ങനെ കലവെച്ചു കൊടുക്കൂല. അത് ഞാൻ ജോൺസൺ വന്ന അവിടെ പേര് നടിക്കാന്നാണ്. എവിടെ നടക്കൂല. ആരോ മൈൻഡ് കിട്ടും. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രല്ല. വെഡിങ് ആനിവേഴ്സറി അല്ലേ, എന്തെങ്ങനെ ഇരിക്കണം, ബാക്കി എടുക്കാം. ഞാൻ വരാതെ ഇപ്പോ നീ കിടന്നു. ടിക്കാൻ നല്ല സാധനമായിട്ട് വന്നതാണ്. അത് പാഴാക്കിയിട്ട് അവള് നശിപ്പിച്ച് എല്ലാം കുളമാക്കി കളഞ്ഞിട്ട് അവള് പറയാണ് ഞാൻ കിടക്കാം. ഞമ്മളുടെ നോട്ട് എങ്ങനെ നോക്കുമെന്ന് എനിക്ക് ദൈവത്തിന് അറിയാം. അതെ, എന്താണ് ഉറങ്ങിയാ നിങ്ങൾ? ഉറങ്ങിയില്ല, എന്താണ് കാര്യം പറ. പ്രകൃതിയുടെ ഒരേ ക്ലാസ്സിൽ സംഗീതം പഠിച്ചിട്ടും കൊതുക് മൂളുമ്പോൾ തല്ലിക്കൊല്ലും, കുയില് പാടിയിട്ടുണ്ടെങ്കിൽ കൂടെ പാടും. എന്താ അല്ലേ എങ്ങനാ? പഠിപ്പിൽ വല്ല കാര്യമൊന്നും കയ്യിലിരിപ്പ് നന്നാവണം. ഓ ആ, ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ കടയിൽ പോയപ്പോഴേ എൻ്റെ കൂട്ടുകാരിൽ എതികേനെ കണ്ട്. അപ്പൊ അവള് പറയണേ, ഈ പഴം തൊലിയോടെ കഴിച്ചിട്ടാ രാഷ്ട്രീയക്കാർക്ക് ഇങ്ങനെ തൊലിക്കെട്ടി കൂടിയെന്ന്. നമുക്കും ഇനി മുതൽ തൊലിയോടെ കഴിക്കാം അല്ലേ? ഞാൻ കഴിച്ചോളാം, നീ കഴിക്കണ്ട. എന്താ തൊലിക്കെട്ടി കൂടുതലാണെന്നാ നാട്ടുകാർ പറഞ്ഞത്. ഓ, നിങ്ങൾ നന്നാവൂല. നാളൊന്നും വിചാരിച്ചാണ്, പക്ഷെ അപ്പോഴാണ് നാട്ടുകാർ പറഞ്ഞത്. എന്ത് എല്ലാവരും ദൈവം നേരത്തെ വിളിക്കും. എന്താന്ന് എന്താടാ പോലീസ് വിളിച്ചാ? എന്നാ ചെല്ലി നടക്കണം. അവന്മാരെ പോലീസ് വിളിച്ചിരുന്നു. ആരാ വിളിച്ചത്? അവന്മാര് വഴിയരികിലിരുന്ന് എവിടെയൊന്നും മദ്യപിച്ചിട്ട് പോലീസ് നോക്കിക്കൊണ്ട് പോയത്. നന്നായി, നിങ്ങളിപ്പോ പോയിരുന്നെങ്കിലേ നിങ്ങൾക്കും പോയി അവരുടെ കൂടെ അകത്ത് കിടക്കായിരുന്നു. ആ, പോകാൻ ഞാൻ നന്നായില്ലേ ഇപ്പൊ. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, നിങ്ങൾക്ക് ഈ പുനർജന്മത്തിലൊക്കെ വിശ്വാസമുണ്ട്? എനിക്കുണ്ട്. അടുത്ത ജന്മത്തിൽ നീ ആരായിട്ട് ജനിക്കണമെന്നാണ് നിന്റെ ആഗ്രഹം? അടുത്ത ജന്മത്തില് ഞാനൊരു പുഴയും ചേട്ടനൊരു കടലുമായിട്ട് ജനിക്കണമെന്ന്. എന്താന്ന്? പുഴയിട്ട് തന്നെ ജീവിച്ചോ? അതാവുമ്പോ എവിടെ കൂടെ ഒഴുകിയാലും
അവസാനം ചേട്ടനിൽ വന്ന് എനിക്ക് ചേരാമല്ലോ. നീ അവസാനം എന്നെ വിടാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ, എന്നെ കൊണ്ടേ നീ പോവുള്ളൂ. വെറുതെ അല്ല ഈ കടന്ന് കിടന്ന് ഗർജിക്കണം. ഇടക്കിടക്ക് ന്യൂനമർദ്ദവും സുനാമിയും ചക്രവാതി ചൂടി ഉണ്ടാകണം. നിന്നെ പുറത്ത് കുറേ പുഴകൾ ഒഴുകി ആ കടലിലാക്കി വന്ന് ചേരണമെന്നുണ്ടാ മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തും. പോടും. അതെ, ഈ കംപ്ലീറ്റും ഫിനിഷും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു വ്യത്യാസവും ഇല്ല, രണ്ടും ഒരു അർത്ഥം തന്നെയാണ്. പൂർണ്ണം. ആണോ? ആ, അതായത് സംശയം ഉണ്ടോ നിനക്ക്? ആ, അതെങ്ങനെ പിന്നെ എന്തിനാ 2 വാക്ക് ഉപയോഗിക്കണത്? ഒരു കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്നെ കിട്ടി, നിന്റെ ജീവിതം കംപ്ലീറ്റ് ആയി. ഞാൻ നിന്നെ കെട്ടി, എന്റെ ജീവിതം ഫിനിഷായി.